ആളുകളോട് തുടങ്ങാൻ പറ. അവിടെ നിൽക്ക്. എങ്ങോട്ടാ രണ്ടാളും കൂടി? നിന്നെ ഈ വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഗിരിയാണ് പീതാംബരനെ കൊന്നെന്ന വിവരം എല്ലാവർക്കും അറിയാം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. വെറുതെ ആളുകൾ പറയുന്ന കഥകൾ കേട്ട് വിശ്വസിക്കരുത്. വെറും കഥകളൊന്നുമല്ല, നീയും ഇവളും തമ്മിലുള്ള ചുറ്റിക്കളിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? നിർത്തണം. ഇതൊരു മരണ വീടാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണോ സംസാരിക്കുന്നത്? മാഡം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിന്റെ പടി തൊട്ടേ എന്നെ സമ്മതിക്കില്ല. ശരി, ഞാൻ കേറിയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ കേറുന്നില്ല, ഇവക്ക് കേറാലോ. ഇവളെ തടയാനുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കും ഇല്ല. പ്രീതി ചെല്ല. നിക്കടി അവിടെ. നീ എന്തിനാ വന്നത്? അത് പ്രീതി, ഒറ്റ ഒരുത്തനും ഇടപെടരുത്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യം. നിനക്ക് ഈ വീടിന്റെ പടി ചവിട്ടാൻ എങ്ങനെയാണ് ഈ ധൈര്യം വന്നത്? അവസാനമായി അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോഴും നിന്നെ കുറിച്ചുള്ള ആദ്യമായിരുന്നു ആ പാവത്തിന്. ഈ വൃത്തിയേട്ടവന്റെ പുറകെ നടക്കാൻ വേണ്ടി സ്വന്തം കുടുംബജീവിതവും നീ തൊലച്ചു. ഇപ്പൊ അച്ഛനെ കൊലയ്ക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനമായോ? നിന്റെ പ്രേമത്തിന് എതിർത്തേനാ ഇവൻ അച്ഛനെ കൊന്നത്. നിങ്ങൾ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? നീ മിണ്ടരുത്. ഗർഭിണിയായ ഭാര്യ വീട്ടിലുള്ളപ്പോ തന്നെ മറ്റൊരുത്തിയെ ഭർത്താവ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കുറ്റം. ഇവിടെ സംഭവിക്കുന്നതിനെല്ലാം ഒരു തരത്തിൽ കാരണക്കാരി നീയാ. നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും ഞാൻ സഹിക്കാം. പ്രീതി അവസാനമായിട്ട് അവളുടെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ. നടക്കില്ല. ഇവളകത്തേക്ക് കയറ്റി വിട്ട അച്ഛന്റെ ആത്മാവ് എന്നോട് ഒരിക്കലും പൊറുക്കില്ല. നീയും ഈ കുടുംബമായുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിച്ചു. ഇനി ഞങ്ങൾ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാ പോലും ഇങ്ങോട്ടൊന്നും വന്നു പോകരുത്. ഇപ്പൊ പ്രീതിയെ തടയാൻ അവകാശമുള്ളവരൊന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞല്ലോ. ഇനി എന്ത് കാണാൻ നിക്ക? പൊക്കൂടെ? വേണ്ട, എനിക്ക് വേണ്ടി വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ കാണുന്നില്ല. നിങ്ങളുടെ ആരുടെ മുന്നിൽ പോലും വരാൻ പോകുന്നില്ല. പ്രീതി, സാരല്ല ഗിരിയേട്ട. അല്ലെങ്കിലും മരിച്ചു കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് എന്താ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് പോവാം. ഗിരിയേട്ട, പ്രീതിയും കൊണ്ട് പെട്ടെന്ന് പോവാൻ നോക്കാം.